അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പോൾ നോമ്പിൻ്റെയൊക്കെ ഓരോ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഞാനാണെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ നമ്മളെ മല്ലി, മുളക്, മഞ്ഞൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊടിക്കാനില്ല ആ ഒരു ഇതിലാണ്, ആ ഒരു പണിയിലാണ്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പേ ഈ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കി നമ്മൾ മുളകിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോ ആണ്. 4 മണി ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു പണിക്ക് നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ നെട്ടി കളയണവരുണ്ട്, ഇല്ലാത്തവരുണ്ട് അല്ലേ. ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഒക്കെ കളയുമല്ല, എങ്കിൽ എനിക്കൊരു ഇതുണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടത്തിയോ? എന്തൊക്കെ നനച്ചുള്ളി പണിയും കാര്യങ്ങളൊക്കെ ഇതായോ? ഇൻഷാ അല്ലാഹ് എൻ്റെ ആ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പൊടികൾ, എണ്ണ, നമ്മളെ അരിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം വേണം എനിക്ക് ആ പണിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മല്ലിയൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിന് ശേഷമാണ് മുളകിനൊക്കെ പൊട്ടിക്കാൻ വേണ്ടി കയറിയത്. മല്ലി വറുക്കണയൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ ഇത് ഡേ മാറി കെട്ടില്ലേ. ഇന്നത്തെ ഒരു ദിവസമായി. രാവിലെ നീറ്റ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും സിയമോള് നീറ്റ് വന്നിട്ടുണ്ട്. നേരം 6 മണി ആയിട്ടുള്ളൂ. ഇവള് നീച്ചിക്കണ എന്താണെന്ന് വെച്ചാൽ അവളിന്ന് സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണ്. അപ്പം ഞാൻ വിളിക്കാൻ പോവാതെ തന്നെ ഒറ്റക്ക് നീറ്റ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കുകയാണ്. അവള് അപ്പവും കറിയും ഒക്കെ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോവല്ലേ. അപ്പം ഞങ്ങൾ ഇവർ 7 മണിക്ക് ബസ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരു 6:45 ആയപ്പോഴത്തേക്ക് സ്കൂൾക്ക് പോവുകയാണ്. പോണ ആ ടൈമിലാണ് ഇവള് പറഞ്ഞത് ഇവൾക്ക് ലേസും ഇവളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലേസും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു കടയിൽ കയറി അതൊക്കെ മേടിച്ചെങ്ങാണ്ട് അങ്ങനെ സ്കൂളിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളൊന്നും ഇല്ല, കുറച്ച് കുട്ടികൾ ഇനിയും വരാനുണ്ട്. 2ഉം 3ഉം ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ പോകണുള്ളൂ. അങ്ങനെ ഇവളീ വൈറ്റ് കളർ ബസ്സിലാണ്. 2 ബസ്സുണ്ടായിരുന്നു, ബോയ്സിനൊന്നും ഗേൾസിനൊന്നും. അങ്ങനെ ഇവള് ഈ വൈറ്റ് കളറിലാണ്, ഈ ബസ്സിലാണ് പോണത്. ഇവർ നിലമ്പൂരിക്കാണ് പോണത്. ഇന്ന് തന്നെ വരും. രാവിലെ 7 മണിക്ക് പോയിങ്ങാണ്ട് വൈകിട്ട് വരും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കുട്ടീനെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചെങ്ങാണ്ട് വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ച്. ഞാൻ ഒരു ചായയും പഴംപൊരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലത്തെ കാര്യമൊക്കെ കഴിഞ്ഞ് അവളെ കൊണ്ടാക്കി വീട്ടിൽ തന്നെ തിരിച്ചു വന്നു. അതിന് ശേഷമാണ് പിന്നെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ മുളകൊക്കെ പൊട്ടിച്ചിരുന്നത്, അത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ഭാവിയും കൂടി രാവിലെ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് വെയിലത്ത് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും ഇതേപോലെ ഇന്ന് വെറും പുറത്ത് തന്നെ, ഇന്ന് ഉച്ച വരെ ഞങ്ങൾ പുറത്ത് കൂടാൻ തന്നെ ഇരുന്ന്. അതിന് ശേഷം ഞങ്ങൾ ബാങ്കിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി. അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അങ്ങനെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതൊന്നും ഇല്ല, വീഡിയോയിൽ കാണൂല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പോന്ന് അടുത്തതായിട്ട് ഞങ്ങൾ പിന്നെ പോണത് റേഷൻ കടയിലേക്കാണ്. റേഷൻ കടയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ കാർഡും കൊടുത്ത് സാധനം കിട്ടി. വല്ലാതൊന്നും കിട്ടിയില്ല. ആ കവറിൽ കണ്ടില്ല നിങ്ങൾ, ആ ഒരു യെല്ലോ കവറിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഇതാണ് നമ്മളെ നാട്ടിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അവിടുന്ന് പിന്നെ ഞങ്ങളൊരു പലചരക്ക് കടയിൽ കയറി. കുറച്ച് 2-3 ഐറ്റംസ് നമുക്ക് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ബാവ
അരി കാര്യങ്ങൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും വീട്ടിൽ തന്നെ പോന്ന്. അതിന് ശേഷം എന്താ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ നമുക്ക്. ഞാനൊരു മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ മീൻകറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ എല്ലാ മല്ലി മഞ്ഞളും മുളകും ഒക്കെ ഞാൻ കവറിലാക്കിയതിന് ശേഷം അത് പൊടിപ്പിച്ചാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ഉച്ചവരെയുള്ള ഒരു ദിവസമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഇതുവരേക്കും അസ്സലാമു അലൈക്കും.